ഹലോ എവരി വൺ, IT ചെറിയമണ്ടത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ പവർ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു പവർ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചാൽ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ ഹൈ കറണ്ട് മൂലം അതിലുള്ള എക്യുപ്മെൻറ്റ്സിന് കേടുപാടുകൾ സംഭവിക്കാം, ഓപ്പറേറ്റേഴ്സിന് അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഫാൾട്ടുള്ളൊരു ഭാഗം എത്രയും പെട്ടെന്ന് ആ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സുകൾ ഉപയോഗിക്കും. അതിൽപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെമ്പറാണ് പ്രൊട്ടക്റ്റീവ് റിലേസ്. നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ പ്രൊട്ടക്റ്റീവ് റിലേസിനെ കുറിച്ചും അവയുടെ ഏതൊക്കെ ടൈപ്പുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ചും അതിൻ്റെ ഓപ്പറേഷനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. നമ്മുടെ പവർ സിസ്റ്റം പ്രൊട്ടക്ഷനിലെ ഒരു ഇമ്പോർട്ടൻ്റ് മെമ്പറാണ് റിലേസ്. റിലേസ് ആണ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഫാൾട്ടുകളെ ഡിറ്റക്റ്റ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കറിന് അത് ആ ഇൻഫർമേഷൻ കൈമാറുന്നത്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവും, ഫാൾട്ടിനെ ഇൻട്രപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫാൾട്ടി പോർഷനെ അത് ഐസൊലേറ്റ് ചെയ്യും, സർക്യൂട്ടിനെ പവർ സിസ്റ്റത്തെ ഫാൾട്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു റിലേയുടെ ബേസിക് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊരു ലൈനിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാണ്. ഇതിൽ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്. സർക്യൂട്ട് ബ്രേക്കർ നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഒരു കറണ്ട് ട്രാൻസ്ഫോമർ, ഇത് റിലേയുടെ സർക്യൂട്ടാണ്. റിലേയുടെ കോണ്ടാക്റ്റ്, ട്രിപ്പ് കോയില്, ബാറ്ററി, ഓക്സിലറി സ്വിച്ച്. നോർമലി ഈ റിലേ സർക്യൂട്ട് ഓപ്പൺ കണ്ടീഷനിലായിരിക്കും. ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ട്രിപ്പ് കോയില് വോൾട്ടേജ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു അബ്നോർമൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഫാൾട്ട് വരുന്ന സമയത്ത് ഈ ലൈനിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ CTയുടെ സെക്കൻഡറിയിലുള്ള കറണ്ടും ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് ഈ റിലേയുടെ കോണ്ടാക്റ്റിനെ ഈ ഒരു കോയില് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ക്ലോസ്ഡ് ആവും. ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുമ്പോൾ ഈ ബാറ്ററി മൂലമുള്ള വോൾട്ടേജ് ഈ ട്രിപ്പ് കോയിലിൽ വരും. അപ്പോൾ ഈ ട്രിപ്പ് കോയിൽ എനർജൈസ്ഡ് ആവും, അവിടെ മാഗ്നറ്റിസം ഉണ്ടാവും. ഇത് സർക്യൂട്ട് ബ്രേക്കറിന്റെ ആ കോണ്ടാക്റ്റിനെ അട്രാക്ട് ചെയ്യും. അതായത് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവും. അങ്ങനെ ഈ ഒരു ലൈനിലൂടെയുള്ള കറണ്ട് ഇൻട്രപ്റ്റഡ് ആവും. അതാണ് റിലേയുടെ ഫങ്ഷൻ. ഈ റിലേയുടെ കറണ്ട് അതുപോലെ വോൾട്ടേജ് റേറ്റിംഗ് കുറവായിരിക്കും. അതിനാണ് നമ്മൾ CTകൾ അതുപോലെ PT-കളൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേസ്. നമുക്ക് ഏത് ക്വാണ്ടിറ്റിയാണ് സെൻസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കറണ്ട്, വോൾട്ടേജ്, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, ഇംപിഡൻസ് റിലേ എന്നിങ്ങനെ തരംതിരിക്കാം. അതുപോലെ ട്രിപ്പിങ്ങിന്റെ സമയത്തിനനുസരിച്ച് ഇൻസ്റ്റന്റേനിയസ് ട്രിപ്പ്, ഡിലേഡ് ട്രിപ്പ്, ഇൻവേഴ്സ് ടൈം റെസ്പോൺസ് ആൻഡ് ഡിഫിനിറ്റ് ടൈം എന്നിങ്ങനെ തരംതിരിക്കാം. ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ ടൈപ്പ് റിലേസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടൈപ്പ് റിലേസ്, തെർമൽ റിലേസ് ആൻഡ് സ്റ്റാറ്റിക് ഓർ ഡിജിറ്റൽ റിലേസ് എന്നിങ്ങനെ തരംതിരിക്കാം. അതുപോലെ അതിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഓവർ കറണ്ട് റിലേ, ഓവർ വോൾട്ടേജ് റിലേ, അണ്ടർ വോൾട്ടേജ് റിലേ, ഡിഫറൻഷ്യൽ റിലേ, എർത്ത് ഫാൾട്ട് റിലേ, ഡിസ്റ്റൻസ് റിലേ എന്നിങ്ങനെ റിലേസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പവർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഫാൾട്ടുകളും അതിന്റെ കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫേസ് ടു ന്യൂട്രൽ ഷോർട്ട്, ഫേസ് ന്യൂട്രലും ഷോർട്ട് ആവാം. അതിന്റെ കാരണങ്ങൾ ഒന്ന് ഇൻസുലേഷൻ ഫെയിലർ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പോണന്റുകളുടെ ഫെയിലർ ആയിരിക്കാം, ഹ്യൂമൻ എറർ മൂലം അങ്ങനെ സംഭവിക്കാം. അതിന്റെ എഫക്റ്റുകൾ ഹൈ കറണ്ട് ഫ്ലോ ഇൻ ലൈൻ, ഒരു കറണ്ടിൽ ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഫേസ് ന്യൂട്രലും ടച്ച് ചെയ്താൽ ഇതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. അതുമൂലം ഫയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഫാൾട്ട്, ഫേസ് ടു ഫേസ് ഷോർട്ട് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. 3 ഫേസ് ലൈൻ ആണെങ്കിൽ 2 ഫേസുകൾ തമ്മിൽ ഷോർട്ട് ആവാം. അതിനാണ് ഫേസ് ടു ഫേസ് ഷോർട്ട് എന്ന് പറയാം. അതിന്റെ കാരണങ്ങൾ ഒന്ന്, ട്രീ ബ്രാഞ്ചസ് ഫാൾ ഓൺ ലൈൻ,
മരത്തിന്റെ കൊമ്പ് ഈ ലൈനിൽ വീഴുന്നത് കൊണ്ടാവാം. സ്നേക്സ് ക്രോസിംഗ് ഓൺ ടവർ ലൈൻ ആൻഡ് ബേർഡ് ഫാൾ, പാമ്പുകളോ അല്ലെങ്കിൽ പക്ഷികളോ ഈ ലൈനുകളിൽ ക്രോസ് ആയി കിടക്കുന്നത് കൊണ്ടാവാം. സ്ട്രോങ് വിൻഡ് കൊണ്ട് അങ്ങനെ സംഭവിക്കാം. നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട്, റൈറ്റ് ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഫാൾട്ട്, മനുഷ്യന്മാര് എന്തെങ്കിലും ചെയിനൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞാലും അങ്ങനെ സംഭവിക്കാം. അതുമൂലം വെരി ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവാം. അതുമൂലം തന്നെ ഫയർ ഉണ്ടാവാം. എക്സ്റ്റെൻസീവ് ഡാമേജ് ഓഫ് എക്യുപ്മെന്റ്സുകൾ സംഭവിക്കാം. ഇനി അടുത്തൊരു ഫാൾട്ടാണ് ഫേസ് ടു ഗ്രൗണ്ട് ഫാൾട്ട്. ഫേസ് വയർ ഗ്രൗണ്ട് വയറിൽ അല്ലെങ്കിൽ മണ്ണിൽ വീണ് കിടക്കുന്ന അവസ്ഥയാണ് ഫേസ് ടു ഗ്രൗണ്ട് ഫാൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ കാരണങ്ങൾ ഒന്ന് ഇൻസുലേഷൻ ഫെയിലർ ആവാം, അല്ലെങ്കിൽ കമ്പോണന്റുകളുടെ ഫെയിലർ ആവാം. അതുമൂലം ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഫയർ ഉണ്ടാവും, അതുപോലെ ലോ വോൾട്ടേജ് ഉണ്ടാവും, സിസ്റ്റത്തിലെ വോൾട്ടേജ് കുറയും. ലൈറ്റനിങ് അല്ലെങ്കിൽ സ്റ്റോം കൊണ്ട് ഫാൾട്ടുകൾ ഉണ്ടാവാം. അത് നാച്ചുറൽ കലാമിറ്റീസ് ആണ്. വെരി ഹൈ കറണ്ട് ഫ്ലോ ഉണ്ടാവാം, ഫയർ ഉണ്ടാവാം, ഹൈ വോൾട്ടേജ് സ്പൈക്കുകൾ ഉണ്ടാവാം. വോൾട്ടേജിൽ പെട്ടെന്നുള്ള വേരിയേഷനെയാണ് ഹൈ വോൾട്ടേജ് സ്പൈക്ക് എന്ന് പറയുന്നത്. സഡൻ റിമൂവൽ ഓഫ് ഹെവി ലോഡ്. നമ്മൾ ഹെവി ലോഡുകൾ പെട്ടെന്ന് റിമൂവ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൽ ഫെയിലിയർ വരാം. ശരിക്ക് സഡൻ നമ്മൾ പെട്ടെന്ന് ഹെവി ലോഡിനെ റിമൂവ് ചെയ്താൽ ഹൈ വോൾട്ടേജ് ആണ് സംഭവിക്കുക. ഇനി ഇൻക്രീസിങ് ലോഡ് ബിയോണ്ട് റേറ്റഡ് ലെവൽ. നമ്മൾ ലോഡ് റേറ്റഡ് ലെവലിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്താൽ അതിന്റെ കാരണം ഹ്യൂമൻ എററാണ്. നമ്മൾ റേറ്റഡ് ലോഡിനെക്കാട്ടിലും ലോഡ് ഇൻക്രീസ് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്. വോൾട്ടേജിൽ ലോ വോൾട്ടേജ് ആവാം. ഈ ലോഡ് കൂടിയാൽ ലൈനിലുള്ള വോൾട്ടേജ് കുറയും. അതുപോലെ ഓവർലോഡിങ് സംഭവിക്കും, അതായത് ലൈനിലുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യും. സെൻസേഴ്സ് യൂസ്ഡ് ഫോർ റിലേ. ഒരു റിലേക്ക് ഒരിക്കലും ടോട്ടൽ ലൈൻ വോൾട്ടേജോ അല്ലെങ്കിൽ ലോഡ് കറണ്ടോ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം തൗസൻഡ്സ് ഓഫ് ആംപിയർ അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് വോൾട്ടേജ് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും കപ്പാസിറ്റിയുള്ള റിലേസ് നമുക്ക് നിർമ്മിക്കേണ്ടി വരും. അത് എക്കണോമിക്കലല്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികളെ റിലേയിലേക്ക് നമ്മൾ സെൻസറുകൾ വെച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സെൻസർ ഓവർ കറണ്ട് റിലേ ആണെങ്കിൽ കറണ്ട് ട്രാൻസ്ഫോമറും, ഇനി ഓവർ വോൾട്ടേജ് റിലേറ്റഡ് റിലേ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിലേസിൽ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് എന്ന് വെച്ചാൽ CT അല്ലെങ്കിൽ PT എന്നിവയാണ്. ഒരു റിലേയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് അതിൻ്റെ ടൈം ഓഫ് ഓപ്പറേഷൻ. ടൈം ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ദി ലെങ്ത് ഓഫ് ടൈം ഫ്രം ദി ഇൻസ്റ്റൻറ്റ് വെൻ ദി ആക്ച്വേറ്റിംഗ് എലമെൻറ്റ് ഈസ് എനർജൈസ്ഡ് ടു ദി ഇൻസ്റ്റൻറ്റ് വെൻ ദി റിലേ കോണ്ടാക്റ്റ് ആർ ക്ലോസ്ഡ്. ആക്ച്വേറ്റിംഗ് എലമെൻ്റ് എന്ന് വെച്ചാൽ ആ റിലേ കോണ്ടാക്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു എലമെൻ്റ് ആണ്. ആ ആക്ച്വേറ്റിംഗ് എലമെൻ്റ് എനർജൈസ് ചെയ്യുന്നത് മുതൽ റിലേ കോണ്ടാക്റ്റ് ക്ലോസ് ആവുന്നത് വരെയുള്ള ആ ഒരു ഇൻ്റർവെല്ലിന് പറയുന്ന പേരാണ് ടൈം ഓഫ് ഓപ്പറേഷൻ ഓഫ് റിലേ. ചില സമയങ്ങളിൽ നമുക്ക് ഈ ടൈം ഓഫ് ഓപ്പറേഷൻ കുറച്ച് ഡിലേ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ മെക്കാനിക്കൽ ആക്സസറീസ് റിലേയുടെ കൂടെ യൂസ് ചെയ്യും. ഈ റിലേ ടൈമിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിലേകളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് റിലേ, 2 ഇൻവേഴ്സ് ടൈം റിലേ, 3 ഡെഫിനിറ്റ് ടൈം ലാഗ് റിലേ. ഓരോന്ന് നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് റിലേ എന്ന് വെച്ചാൽ നമ്മൾ റിലേ കോയിലിൽ നമുക്കൊരു കറണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ആ കറണ്ട് മുകളിൽ ആണ് ഈ സർക്യൂട്ടിലെ കറണ്ടെങ്കിൽ റിലേ കോണ്ടാക്റ്റ് ക്ലോസ് ആവും. അങ്ങനെ റിലേ കോയിലിലെ കറണ്ട് ആ മിനിമം കാലിബ്രേറ്റഡ് വാല്യൂ, അതായത് മിനിമം സെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂവിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്താൽ ആ റിലേ കോണ്ടാക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ആവണം. അത്തരം റിലേസിന് പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് റിലേ. ഇത്തരം റിലേസിൽ ഇൻറ്റൻഷനൽ ടൈം ഡിലേ ആവശ്യമില്ല. അതായത് ചില റിലേസിൽ നമുക്ക് ടൈം ഓഫ് ഓപ്പറേഷൻ
ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള റിലേസിൽ നമ്മൾ ഇൻറ്റൻഷണൽ ടൈം ഡിലേസ് യൂസ് ചെയ്യും. ഇൻസ്റ്റൻറ്റേനിയസ് റിലേസിൽ അത്തരം എക്യുപ്മെൻസിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും അവിടെ ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ഒരു ഇൻസ്റ്റൻറ്റേനിയസ് റിലേയുടെ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റികളും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ആ ഒരു പ്രീസെറ്റ് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് റിലേ കോണ്ടാക്റ്റുകൾ ക്ലോസ് ആവും. ഒരു സർക്യൂട്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ ആണ്, ഒരു കോയിൽ, ഒരു അയൺ പ്ലഞ്ചർ, ട്രിപ്പ് സർക്യൂട്ടിലേക്കുള്ള കോണ്ടാക്റ്റ്. അപ്പോൾ ഈ കോയിലിലൂടെയുള്ള കറണ്ട് ആ സെറ്റ് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്താൽ അത് അയൺ പ്ലഞ്ചറിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രിപ്പ് കോയിൽ ക്ലോസ്ഡ് ആവും. അത് റിലേയുടെ കോണ്ടാക്റ്റുകളെ ക്ലോസ്ഡ് ആക്കും. സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിക്കും. ഇൻവേഴ്സ് ടൈം റിലേസിൽ ഓപ്പറേറ്റിംഗ് ടൈം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ്. ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഓവർ കറണ്ട് റിലേസിൽ കറണ്ടാണ്, ഓവർ വോൾട്ടേജ് റിലേസിൽ വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഓപ്പറേറ്റിംഗ് ടൈം കുറയും. നമ്മളൊരു റിലേയിൽ ഒരു കറണ്ട് സെറ്റ് ചെയ്യും. ആ കറണ്ടിനെക്കാട്ടിലും കുറവാണ് സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടെങ്കിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യില്ല. അതിനെക്കാട്ടിലും കറണ്ട് പാസ് ചെയ്താൽ റിലേ ഓപ്പറേറ്റഡ് ആവും. ഇനി അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ ആവുന്നതിനനുസരിച്ച് ഈ റിലേയുടെ ഓപ്പറേറ്റിംഗ് ടൈം കുറയും. അത്തരത്തിലുള്ള റിലേസിന് പറയുന്ന പേരാണ് ഇൻവേഴ്സ് ടൈം റിലേ. അപ്പോൾ ഇൻവേഴ്സ് ടൈം റിലേസിൽ ടൈം ഡിലേയിങ് എക്യുപ്മെൻറ്റ്സ് ആവശ്യമാണ്. അത് അസോസിയേറ്റിംഗ് ബൈ മെക്കാനിക്കൽ ആക്സസറി വിത്ത് റിലേസ്. അതിൻ്റെ കർവ് കാണിച്ചിട്ടുണ്ട്. വൈ ആക്സിസിൽ ഓപ്പറേറ്റിംഗ് ടൈം, എക്സ് ആക്സിസിൽ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഓപ്പറേറ്റിംഗ് ടൈം കുറയുന്നു, കറണ്ട് കുറയുന്നതിനനുസരിച്ച് ഓപ്പറേറ്റിംഗ് ടൈം കൂടുന്നു. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ടൈം റിലേ. ഡെഫിനിറ്റ് ടൈം ലാഗ് റിലേസിൽ there is a definite time lag between instant of pickup and closing of relay contact. ആ ഒരു ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി റേറ്റഡ് കറണ്ടിനെക്കാട്ടിലും ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റും ക്ലോസിംഗ് ഓഫ് റിലേ കോണ്ടാക്റ്റും തമ്മിൽ ഒരു ഡെഫിനിറ്റ് ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ഇത്തരം റിലേസിന് പറയുന്ന പേരാണ് ഡെഫിനിറ്റ് ടൈം ലാഗ് റിലേ. അതിൻ്റെ കർവ് കാണിച്ചിട്ടുണ്ട്. ഈ ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ വാല്യൂ എത്ര ആണെങ്കിലും there is a time interval T1. Important times associated with the relay on the pickup current. It is the minimum current in the relay coil at which the relay start to operate. ഒരു റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട മിനിമം കറണ്ടിനെ പറയുന്ന പേരാണ് പിക്കപ്പ് കറണ്ട്. ഒരു ലൈനിലൂടെയുള്ള കറണ്ട് പിക്കപ്പ് കറണ്ടിനെക്കാട്ടിൽ കുറവാണെങ്കിൽ റിലേ ഓപ്പറേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ബ്രേക്കർ, ഈ റിലേ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കർ റിമെയിൻസ് ക്ലോസ്ഡ് ആയിരിക്കും. ഒരു മൊമെൻറ്റിൽ ഫാൾട്ട് സംഭവിച്ചു, ലൈനിലൂടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്തു, അത് പിക്കപ്പ് കറണ്ടിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ റിലേ കോയിൽ എനർജൈസ്ഡ് ആവും. അത് റിലേ കോണ്ടാക്റ്റിനെ ക്ലോസ് ചെയ്യിപ്പിക്കും. അത് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവാൻ കാരണമാവും. കറണ്ട് സെറ്റിംഗ്. ഒരു റിലേയിലെ പിക്കപ്പ് കറണ്ട് നമുക്ക് ആവശ്യമുള്ള വാല്യൂവിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെ നമ്മൾ കറണ്ട് സെറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഒരു റിലേ ഓപ്പറേറ്റിംഗ് കോയിലിൻ്റെ ടാപ്പിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് സെറ്റ് ചെയ്യുന്നത്. ഈ ടാപ്പിങ് പ്ലഗ് ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പുറത്തെടുക്കുന്നത്. ഇതാണ് പ്ലഗ് ബ്രിഡ്ജ്. പ്ലഗ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്ക്
റിലേ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു റിലേയുടെ CTയുടെ റേറ്റഡ് ഔട്ട്പുട്ട് കറണ്ട് അനുസരിച്ചാണ് ടാപ്പിങ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 50, 75, 100 കാണിച്ചിട്ടുണ്ട്. 50 എന്ന് വെച്ചാൽ റേറ്റഡ് സെക്കൻഡറി കറണ്ട് ഓഫ് CT അതിൻ്റെ 50%, 75 എന്ന് വെച്ചാൽ അതിൻ്റെ 75%, 100 എന്ന് വെച്ചാൽ സെക്കൻഡറി കറണ്ട് ഓഫ് CT. അപ്പോൾ പിക്കപ്പ് കറണ്ടിനെ നമുക്ക് റേറ്റഡ് സെക്കൻഡറി കറണ്ട് ഓഫ് CT ഇൻറ്റു കറണ്ട് സെറ്റിങ്സ് എന്നുള്ള ഇക്വേഷൻ കൊണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു CTയുടെ റേറ്റഡ് സെക്കൻഡറി കറണ്ട് 5 ആംപിയറും കറണ്ട് സെറ്റിങ് 100 ആണെങ്കിൽ 5 ഇൻറ്റു 100%, അതായത് 5 ആംപിയർ ആയിരിക്കും പിക്കപ്പ് കറണ്ട്. ഇനി 125 നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 5 ഇൻറ്റു 1.25 ആംപിയർ ആയിരിക്കും പിക്കപ്പ് കറണ്ട്. ഓക്കെ, ഇതാണ് കറണ്ട് സെറ്റിംഗ്. ഇനി പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഫാൾട്ട് കറണ്ട് ഇൻ റിലേ കോയിൽ ടു പിക്കപ്പ് കറണ്ട്. പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ PSM is equal to ഫാൾട്ട് കറണ്ട് ഇൻ റിലേ കോയിൽ ഡിവൈഡ് ബൈ പിക്കപ്പ് കറണ്ട്. അതിന് നമുക്ക് ഫാൾട്ട് കറണ്ട് ഇൻ റിലേ കോയിൽ ഡിവൈഡ് ബൈ പിക്കപ്പ് കറണ്ടിന് നമുക്ക് റേറ്റഡ് സെക്കൻഡറി കറണ്ട് ഓഫ് CT ഇൻറ്റു കറണ്ട് സെറ്റിംഗ് ആ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു എക്സാമ്പിള്, ഒരു റിലേയിൽ കണക്ട് ചെയ്തിട്ടുള്ള CT 400/5 ആംപിയർ ആണ്. നമ്മൾ 150% ടാപ്പിങ്ങിലാണ് നമുക്ക് കറണ്ട് സെറ്റ് ചെയ്യേണ്ടത്. പ്രൈമറി ഫാൾട്ട് കറണ്ട് 2400 ആംപിയർ ആണെങ്കിൽ പ്ലഗ് സെറ്റിംഗ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പിക്കപ്പ് വാല്യൂവിനെ നമുക്ക് കണ്ടെത്താം റേറ്റഡ് സെക്കൻഡറി കറണ്ട് ഓഫ് CT ഇൻറ്റു കറണ്ട് സെറ്റിംഗ്. റേറ്റഡ് സെക്കൻഡറി കറണ്ട് ഓഫ് CT 5 ആംപിയർ ആണ്. കറണ്ട് സെറ്റിംഗ് 150% ആയതുകൊണ്ട് 1.5, ദാറ്റ് ഈസ് 7.5 ആംപിയർ. അപ്പോൾ ഫാൾട്ട് കറണ്ട് ഇൻ റിലേ കോയിലുള്ള ഫാൾട്ട് കറണ്ട് 2400 ഇൻറ്റു CTയുടെ റേഷ്യോ 5/400 30 ആംപിയർ. ദാറ്റ് ഈസ് പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ = 30 ഡിവൈഡ് ബൈ 7.5, 4 ആയിരിക്കും ഈ ഒരു എക്സാമ്പിളിലെ പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ. ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ. ഒരു റിലേയുടെ ഓപ്പറേഷൻ ടൈം നമുക്ക് ടൈം സെറ്റിംഗ് മൾട്ടിപ്ലയർ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടൈം സെറ്റിംഗ് ഡയലിൽ 0 മുതൽ 1 സെക്കൻഡ് വരെയുള്ള ഡയലാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.05 സെക്കൻഡ് ആയിരിക്കും. ഇനി നമുക്ക് വ്യത്യസ്ത ടൈപ്പ് റിലേസിനെ കുറിച്ച് പരിചയപ്പെടാം. ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ, നോൺ ഡയറക്ഷണൽ. ഈ റിലേ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. സർക്യൂട്ടിലുള്ള കറണ്ട് സെറ്റിങ്ങിനേക്കാളും കൂടിയാൽ റിലേ ഓപ്പറേറ്റഡ് ആവും, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവും. ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റി കറണ്ടാണ്. സർക്യൂട്ടിൽ ഉള്ള കറണ്ടിനെ റിലേയിലേക്ക് കണക്ട് ചെയ്യുന്നത് കറണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ AC മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഏതൊരു ഡയറക്ഷനിൽ നമുക്ക് ഈ ഇൻഡക്ഷൻ ടൈപ്പ് ഓവർ കറണ്ട് റിലേ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ടാവും, 2 ഇലക്ട്രോ മാഗ്നറ്റിന് ഇടയിൽ നമ്മളത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വാട്ട് അവർ മീറ്ററിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അപ്പർ ഇലക്ട്രോ മാഗ്നറ്റിൽ പ്രൈമറി അതുപോലെ സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവും. ദി പ്രൈമറി ഈസ് കണക്റ്റഡ് ടു ദി സെക്കൻഡറി ഓഫ് CT ഇൻ ദി ലൈൻ ടു ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് ഈസ് ടാപ്ഡ് അറ്റ് ഇൻ്റർവെൽ. അതിൻ്റെ പ്രൈമറി CTയുടെ സെക്കൻഡറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ അപ്പർ ഇലക്ട്രോ മാഗ്നറ്റിലാണ് നമ്മൾ ടാപ്പിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടാപ്പിങ്സ് പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജ് നമ്മൾ നേരത്തെ കണ്ടു. അതിൽ നമുക്ക് കറണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എത്ര പെർസെൻറ്റേജ്
സി ടിയുടെ എത്ര പെർസെൻറ്റേജ് കറണ്ട് വരുമ്പോഴാണ് ട്രിപ്പ് ചെയ്യേണ്ടത് അനുസരിച്ച് നമുക്ക് പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്യാം. The secondary winding is energized by induction from primary and is connected in series with the winding on the lower magnet. Secondary വൈൻഡിങ്ങിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചാണ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ലോവർ മാഗ്നറ്റിലെ വൈൻഡിങ്സുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കൺട്രോളിംഗ് ടോർക്ക് സ്പൈറൽ സ്പ്രിങ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പിക്ചർ നമുക്ക് കാണാം. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ടൈപ്പ് റിലേയുടെ ഫിഗറാണ്. അപ്പർ മാഗ്നറ്റ്, ലോവർ മാഗ്നറ്റ്. അപ്പർ മാഗ്നറ്റിൽ പ്രൈമറി വൈൻഡിങ് അതുപോലെ സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവും. സെക്കൻഡറി വൈൻഡിങ് ലോവർ മാഗ്നറ്റിലെ വൈൻഡിങ്സുമായി സീരീസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ രണ്ട് മാഗ്നറ്റുകളുടെ ഇടയിൽ നമ്മൾ ഒരു അലൂമിനിയം ഡിസ്ക് പ്ലേസ് ചെയ്യും. അതിൻ്റെ ഈ സ്പിൻഡിലാണ് മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ടാവുക. ഈ മൂവിങ് കോണ്ടാക്റ്റ് ട്രിപ്പ് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്കിവിടെ ടാപ്പിങ്സ് അവൈലബിൾ ആണ്. ഏത് കറണ്ടിലാണോ നമുക്ക് റിലേ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഈ 7 എങ്കിൽ നമുക്ക് മാക്സിമം വൈൻഡിങ്സ് കിട്ടും. അപ്പോൾ മാക്സിമം കറണ്ട് ആയിരിക്കും റിലേയുടെ കറണ്ട് സെറ്റിംഗ്. അതുപോലെ നമുക്ക് എത്ര ആംഗിൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ട്രിപ്പ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 0 to 360 ഡിഗ്രിക്ക് ഇടയിൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാം. അതിലൂടെ നമുക്ക് ഈ ഒരു റിലേയുടെ ഓപ്പറേറ്റിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു 50 ഡിഗ്രിയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത്രയും സമയം മതിയാവും റിലേ കോണ്ടാക്റ്റ് ക്ലോസ് ആവാൻ. ഇനി 300 ഡിഗ്രിയിലാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും റിലേ സർക്യൂട്ട് ക്ലോസ് ആവാൻ. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ടൈപ്പ് റിലേയുടെ ഒരു കൺസ്ട്രക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ടൈപ്പ് റിലേയുടെ ഓപ്പറേഷൻ. ദി ഡ്രൈവിംഗ് ടോർക്ക് ഓൺ ദി അലൂമിനിയം ഡിസ്ക് ഈസ് സെറ്റപ്പ് ഡ്യൂ ടു ദി ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. ഈ ഡ്രൈവിംഗ് ടോർക്ക് അലൂമിനിയം ഡിസ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റീസ്ട്രൈനിങ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോൾ സ്പ്രിംഗ് ആണ്. നോർമൽ കണ്ടീഷനിൽ റീസ്ട്രെയിനിങ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് ഡ്രൈവിംഗ് ടോർക്കിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് അലൂമിനിയം ഡിസ്ക് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. ഇനി സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെറ്റിങ്ങിനെക്കാട്ടിലും കൂടുതലായാൽ കൺട്രോളിംഗ് ടോർക്കിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ഡ്രൈവിംഗ് ടോർക്ക്. അപ്പോൾ അലൂമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എത്രയാണോ നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്തത് ആ ആംഗിൾ എത്തുന്ന സമയത്ത് ട്രിപ്പ് സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യും. സർക്യൂട്ട് ബ്രേക്കർ ഫാൾട്ടി സെക്ഷനെ ഐസൊലേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു റിലേയുടെ ഓപ്പറേഷൻ.
അടുത്തൊരു ടൈപ്പാണ് ഡിസ്റ്റൻസ് റിലേ. ദർ ആർ 3 types ഓഫ് ഡിസ്റ്റൻസ് റിലേ: ഇമ്പിഡൻസ് റിലേ, റിയാക്റ്റൻസ് റിലേ ആൻഡ് അഡ്മിറ്റൻസ് റിലേ, അല്ലെങ്കിൽ MHO റിലേ. നമുക്ക് ഇമ്പിഡൻസ് റിലേ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് വർക്ക് ചെയ്യുന്നത് റേഷ്യോ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ടു കറണ്ട് അനുസരിച്ചാണ്. V/I റേഷ്യോ അനുസരിച്ചാണ് ഇമ്പിഡൻസ് റിലേ വർക്ക് ചെയ്യുന്നത്. ഈ റിലേ പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിലേ ഓപ്പറേറ്റ് ചെയ്യുക ഈ V/I റേഷ്യോ പ്രീഡിറ്റർമിൻ വാല്യൂനെക്കാട്ടിൽ കുറഞ്ഞാലാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുക. ഈ ഒരു ചിത്രത്തിൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ച ഒരു ഇമ്പിഡൻസ് റിലേ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു A to B എന്നുള്ള ഈ ഒരു റീജിയനാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇമ്പിഡൻസ് റിലേ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിന് ഒരു ഇമ്പിഡൻസ് ഉണ്ടാവും, ദാറ്റ് ഈസ് ZL. ZL നമുക്ക് മുൻകൂട്ടി അറിയാം. അപ്പോൾ ആ ഒരു റേഷ്യോ ദാറ്റ് ഈസ് V/I ആണ് എന്ത് ഇമ്പിഡൻസ്, അത് നമ്മൾ ഇമ്പിഡൻസ് റിലേയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വലിയ ഫാൾട്ടും സംഭവിച്ചാൽ, എർത്ത് ഫാൾട്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടൊക്കെ സംഭവിച്ചാൽ ഈ ഇമ്പിഡൻസ് വേരി ചെയ്യും, ഇമ്പിഡൻസ് കുറയും. കാരണം കറണ്ട് കൂടും. V/I റെസിപ്രോക്കൽ അടിയിലാണ് I കിടക്കുന്നത്. അപ്പോൾ I കൂടിയാൽ ഇമ്പിഡൻസ് കുറയും. അപ്പോൾ ഇമ്പിഡൻസ് കുറഞ്ഞാൽ ഇമ്പിഡൻസ് റിലേ വർക്ക് ചെയ്യും. അത് ഈ സർക്യൂട്ട് ബ്രേക്കറിനെ ഓപ്പൺ ചെയ്യിക്കും. ഇതാണ് ഇമ്പിഡൻസ് റിലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.